ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയം. ആ ശ്രീമന്നാരായണീയത്തെ തികച്ചും സാധാരണ ഭക്തന്മാരായ നമ്മൾ, ഭക്തന്മാർ എന്ന് പറയാൻ പോലും അർഹതയുണ്ടോ എന്നറിയാത്ത നമ്മൾ, നാരായണീയ മധുരം എന്ന രീതിയിൽ ഇതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒന്നും നമ്മുടെ നൈപുണ്യമല്ല. ഭഗവാന്റെ ആ കാരുണ്യത്തിനു മുമ്പിൽ ശിരസ്സു കുനിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം, അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് പട്ടേരിപ്പാട് രചിച്ച ശ്രീമദ് നാരായണീയം, ആ നാരായണീയത്തിലെ 6-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം ഇന്ന് നമ്മൾ വിചാരം ചെയ്യണു. ഇന്ന് നാരായണീയ മധുരത്തിൻ്റെ 59-ാമത് ദിവസമാണ്. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഇവിടെ കേശവ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പോ എന്താണ് കേശവൻ? വെള്ളത്തിൽ ശയിക്കുന്നവൻ, നാരത്തിൽ ശയിക്കുന്നവൻ നാരായണൻ എന്ന് പറയാറുണ്ട്. കേശിയെ നിഗ്രഹിച്ചവൻ കേശവൻ. മറ്റൊന്ന് ക എന്ന് പറഞ്ഞാൽ വെള്ളം. കത്തിൽ വെള്ളത്തിൽ ശയിക്കുന്നവൻ ആരോ അവൻ കേശവൻ. ക ബ്രഹ്മാവ്, ആ വിഷ്ണു, ഈ രുദ്രൻ അല്ലെങ്കിൽ ഈശൻ.
ബ്രഹ്മാവിഷ്ണുരുദ്രന്മാർ വശത്തിലുള്ളവൻ കേശവൻ, നല്ല കേശങ്ങളണിഞ്ഞവൻ, ഇങ്ങനെ പല തരത്തിൽ അർത്ഥം കൽപ്പിക്കാറുണ്ട്. ഏതായാലും ഹേ വിശ്വകന്ത, വിശ്വത്തിന് കാരണമായിരിക്കുന്നവനെ, വിശ്വത്തിൻ്റെ കന്തമായിരിക്കുന്നവനെ, കാരണഭൂതനായിരിക്കുന്നവനെ, ഈശ്വര, ഈ വിശ്വത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ഭഗവാനെ, ത്വദ്ബ്രഹ്മരന്ധ്രപദം ഛന്ദാംസി, അവിടുത്തെ ആ സുഷുമ്നാഗ്രഭാഗം, ദ്വാദശാരസ്ഥാനം എന്ന് പറയുന്നു, അതെന്താണ്? ഛന്ദാംസി, അത് വേദങ്ങളാണ്. ഹേ കേശവ, തവ കേശപാശ, അവിടുത്തെ വിശേഷമായിട്ടുള്ള തലമുടി, ഘന, അതെന്താണ്? മേഘങ്ങളാണ്. പിന്നെ ഉല്ലാസിച്ചില്ലിയുഗളം, ഉല്ലസിച്ചിയങ്ങുന്ന പുരികക്കൊടികൾ, അതെന്താണ്? അത് ദ്രുഹിണസ്യ ഗേഹം, ദ്രുഹിണൻ ബ്രഹ്മാവ്, ദ്രുഹിണസ്യ ഗേഹം, ബ്രഹ്മാവിൻ്റെ ആസ്ഥാനം. പിന്നെയോ പക്ഷ്മാണി രാത്രി ദിവസവും, കൺപോളകൾ എന്താണ്? രാവും പകലുമാണ്. അതേസമയം നേത്രേ സവിതാച, ആ കണ്ണുകളോ, കണ്ണ് എന്ന് പറയുന്നത് സൂര്യനാണ് എന്ന് പറയുന്നു. ചക്ഷുരഭൂത്പതംഗ ചന്ദ്രമാ മനസോജാത ചക്ഷോ സൂര്യോജായത എന്ന് പുരുഷസൂക്തത്തിൽ വേദവാണിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇഹദേവ മനസ്സുധാംശു എന്ന് പിന്നാലെ പറയുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപത്തെ വർണ്ണിച്ചു. ഭഗവാന്റെ സുഷുമ്നാഗ്രം വേദമാണ്, തലമുടി മേഘമാണ്, പുരികക്കൊടികൾ ബ്രഹ്മസ്ഥാനമാണ്, കൺപോളകൾ രാപ്പകലും ആണ്. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദച്ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശ ഉല്ലാസിച്ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാച നേത്രേ. ശ്ലോകത്തിൻ്റെ പരിഭാഷ ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 നാരായണീയ മധുരം സ്വീകരിക്കണേ. സുഷുമ്നാഗ്രഭാഗം വേദം തലമുടി മേഘങ്ങളും പുരികക്കൊടിയോ ബ്രഹ്മ ആസ്ഥാനമാത്രേ. കൺപോളകൾ ദീനരാത്രം കണ്ണുകളോ സൂര്യദേവൻ. കേശവാനി പ്രപഞ്ചത്തിൻ കാരണഭൂതൻ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയ മധുരം സ്വീകരിക്കണേ. നാരായണീയ മധുരം അർപ്പിക്കുന്നു ഞാൻ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.